ഫെബ്രുവരി 1 ഷിഫ്റ്റ് 1 നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ മിക്സിംഗ് ഓഫ് ഗ്യാസസ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് പല സിവിന്റെ ബേസിൽ തരുവാണെങ്കിൽ മിക്സ്ചർ എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം ഓഫ് ദ മിക്സ്ചർ എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം ഓഫ് ദ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് ദ ആ മിക്സ്ചറിന്റെ കോൺസ്റ്റന്റ് പ്രഷറിൽ CP-യുടെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കാം. ഗാമാ മിക്സ് എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ബേസിലുള്ള ചോദ്യമാണ്. സോ ആ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 moles of a monatomic gas is mixed with 6 moles of a diatomic gas എന്നാണ്. The molar specific heat at constant volume is എന്നാണ് ചോദ്യം. അപ്പൊ അറ്റ് CV ആണ് ചോദ്യം. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് CV മിക്സ്ചർ എത്രയാണ് എന്നാണ് ചോദ്യം. ഈസ് മിക്സ്ഡ് വിത്ത് എന്നാണ് ചോദ്യം. അപ്പൊ CV മിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫോർമുല അറിയാം. NCV1 പ്ലസ് NCV2 ബൈ N1 പ്ലസ് N2 ആണ് നമ്മുടെ ജനറൽ ഫോർമുല. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? ഇവിടെ N1 ആണ്, ഇത് N1 ഉം ഇത് N2 ആണ്. N1 N2 ആണ്, രണ്ട് മോൾസിന്റെയും വാല്യൂസ് ആണ് N1 N2. N1CV1 പ്ലസ് N2CV2 ബൈ N1 പ്ലസ് N2 ആണ് നമ്മുടെ റെഗുലർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ മോളിക്യൂൾസിന്റെയും CV1ന്റെ വാല്യൂവും CV2വിന്റെ വാല്യൂവും വേണം. അതിനുവേണ്ടി ഒരു ഡാറ്റ പറഞ്ഞിട്ടുണ്ട്. മോണാറ്റോമിക് ഗ്യാസ് ആണ്, ഡയറ്റോമിക് ഗ്യാസ് ആണ്. വെറുതെ ഡയറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഡയറ്റോമിക് റിജിഡ് മോളിക്യൂൾ ആണ്. ഡയറ്റോമിക് റിജിഡ് മോളിക്യൂൾ. അപ്പൊ മോണോഅറ്റോമിക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാൽ CV കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാൽ CP കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാൽ നമുക്ക് ഗാമ കണ്ടുപിടിക്കാൻ, സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ CV തന്നാൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താ? 1/2 ഇൻറ്റു FR എന്നാണ്. 1/2 ഇൻറ്റു 3R എന്ന് വെച്ചിട്ടുള്ളൂ. 3/2R ആണ് CV1ന്റെ വാല്യൂ. കാരണം അത് മോണോ അറ്റോമിക് ഗ്യാസ് ആണെന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കിയാൽ 1/2 ഇൻറ്റു FR എന്നാണ്. 1/2 ഇൻറ്റു F എന്ന് പറഞ്ഞാൽ ഡയറ്റോമിക് റിജിഡ് ആണ്. അപ്പൊ ഇൻറ്റു 5R എന്ന് കൊടുക്കാം. എനിക്ക് ഉത്തരം എഴുതാം 5/2R എന്ന് എഴുതാം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കാം. സോ N1 എന്ന് പറഞ്ഞാൽ 2 moles ഓഫ് എ മോണോഅറ്റോമിക് ഗ്യാസ് എന്നാണ്. അപ്പൊ 2 ഇൻറ്റു അതിന്റെ CV1 എന്ന് പറഞ്ഞാൽ 3/2R എന്നാണ്. പ്ലസ് N2 എന്ന് പറയുന്നത് 6 moles ഓഫ് എ ഡയറ്റോമിക് ഗ്യാസ് എന്നാണ്. അപ്പൊ 6 ഇൻറ്റു അവിടെ നമുക്ക് CV2 എന്ന് പറഞ്ഞാൽ 5/2R എന്നാണ്. ബൈ എത്രയാണ്? 2 + 6 എന്ന് വരും. രണ്ടും ഞാൻ വെട്ടി, ഇവിടെ 3 വന്നു. 3R കൂടെ 15R കൂട്ടിയാൽ 18R എന്ന് വരും. ബൈ 8 എന്ന് വരും. വെട്ടിക്കളഞ്ഞ 9/4R. അതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ചോദ്യം. താങ്ക് യു.